ഹായ് പഞ്ചാര മിഠായി. താരുമുയലും മാന്ത്രികത്തൊപ്പിയും. ഒരിക്കൽ താരുമുയൽ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. വഴിയിൽ നിന്നും കുറച്ചകലെയായി പുൽക്കൂട്ടത്തിനിടയിൽ അവനൊരു വെളിച്ചം കണ്ടു. എന്തായിരിക്കും ആ വെളിച്ചം എന്നറിയാൻ താരുവിന് കൗതുകമായി. പേടിയുണ്ടായിരുന്നെങ്കിലും അവൻ ആ വെളിച്ചത്തിനടുത്തേക്ക് ചെന്നു. പുല്ല് വകഞ്ഞു മാറ്റിയ അവൻ അമ്പരന്നു. ഒരു തൊപ്പി, നല്ല ഭംഗിയുള്ള ഒരു തൊപ്പി. താരു അതിശയത്തോടെ ആദ്യം ആ തൊപ്പി ഒന്ന് തൊട്ടു നോക്കി. കുഴപ്പമൊന്നുമില്ല എന്ന് തീർച്ചയായപ്പോൾ അവൻ ആ തൊപ്പി കയ്യിലെടുത്തു. കൊള്ളാം, നല്ല ഒന്നാന്തരം തൊപ്പി. അവന് സന്തോഷമായി. എന്നാൽ പിന്നെ ഇതും തലയിൽ വെച്ച് നടക്കാം, അവൻ ചിന്തിച്ചു. താരു തൊപ്പിയും തലയിൽ വെച്ച് രസിച്ചങ്ങനെ നടന്നു. ഓ, നടന്നു തളർന്നല്ലോ. ഒന്ന് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. താരു ചിന്തിച്ചു തീർന്നതും താരു ആകാശത്തേക്ക് ഉയർന്ന് പറക്കാൻ ആരംഭിച്ചു. താരുവിന് എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ സമയമെടുത്തു. അമ്പമ്പോ, ഞാനിതാ പറക്കുന്നു, ഇതെന്ത് മറിമായം! താരുവിന് ആവേശമായി. എന്നാലും ഇതെങ്ങനെ? അപ്പോഴാണ് തലയിലെ തൊപ്പിയുടെ കാര്യം അവൻ ഓർത്തത്. ഇതൊരു മാന്ത്രിക തൊപ്പി തന്നെ. താരു ആകാശത്തിലൂടെ പറന്നു നടന്നു. മരങ്ങളുടെ തലപ്പും കാട്ടിലെ പുഴയുമെല്ലാം മുകളിൽ നിന്ന് കണ്ടപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ പറക്കുന്നതിനിടയിലാണ് അവൻ താഴെ നിന്ന് കരച്ചിൽ കേട്ടത്. അവിടെ ഒരു ചെറിയ കുഴിയിൽ വീണുപോയ ആനക്കുട്ടിയെ താരു കണ്ടു. ആനക്കുട്ടിയെ സഹായിക്കാൻ താരു തൻ്റെ മാന്ത്രിക തൊപ്പിയോട് മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് തൊപ്പിയിൽ നിന്ന് ഒരു വലിയ വള്ളി താഴേക്ക് ഇറങ്ങി വന്നു. ആനക്കുട്ടി ആ വള്ളിയിൽ തുമ്പിക്കൈ കൊണ്ട് മുറുക്കെ പിടിച്ചു. മാന്ത്രിക തൊപ്പിയുടെ സഹായത്തോടെ താരു ആനക്കുട്ടിയെ കുഴിയിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ആനക്കുട്ടി താരുവിനോട് നന്ദി പറഞ്ഞു. ഹായ്.